ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് യാസറില്ല ഗൈസ്. യാസറിന് പണി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്ത ഒറ്റയ്ക്കൊരു വീഡിയോ എടുത്തു ഗൈസ്. അതിന് വന്നിട്ട് ബാക്കിയില്ല നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇൻഷാല്ലാ നിങ്ങൾ കടക്കിൽ സപ്പോർട്ട് നോക്കി നിങ്ങളതിന് കാണുന്ന വീഡിയോയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കുക യാസറല്ലേ വരൂ. ഞാൻ ഈ പാത്തുനിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന വീഡിയോയിലുണ്ട്. പാത്തിൻ്റെ മൂടില്ല അതിൽ. അപ്പോൾ ഞാൻ പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻഷാല്ലാ കടക്കിൽ സപ്പോർട്ടാക്കി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് ഗൈസ്. നമ്മളെ യാസറില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് ഗൈസ്. ഞാൻ പാത്തുണ്ട് ഗൈസ്. പാത്തിൻ്റെ കൂടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് ഗൈസ് ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പാത്ത് പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. പാത്ത് നമുക്ക് പോകണ്ടേ? യാസറില്ല, നമുക്ക് പോവാം. യാസറില്ല, ഓൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞും ഇല്ല. അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് പോവാം. യാസറിനെ വിളിക്കട്ടോ, ഓന് വരട്ട്, നമുക്ക് പോവാം ഗൈസ്. ഞാൻ പാത്ത് പോകുന്നുണ്ട് ഗൈസ്. സാൻഡ്വിച്ച് ക്ലബ്ബിൽ വെയിറ്റ് ചെയ്യും. അവിടെ പോവാല്ലേ ഫുഡ് കഴിക്കാൻ? എന്ത് കഴിച്ചില്ല? അപ്പോൾ പാത്തും ഫുഡ് കഴിച്ചിട്ട് ഞാനും കഴിച്ചിട്ട്. അപ്പോൾ യാസർ ഫോൺ എടുക്കുന്നില്ല. ഫോൺ ആക്കിയെങ്കിൽ അത് ഞാൻ എന്തൊക്കെ പാത്തിനെ വിളിച്ച്. പാത്ത് വന്ന് റൂമിൽ നിന്ന്. പാത്തിനിപ്പോൾ വിശക്കുന്നുണ്ട്. ഇപ്പോൾ യാസറിന് അറിഞ്ഞ് കൊല്ലല്ലേ എന്നെ. അല്ല പാത്ത്, ഓന് ഫോൺ എടുക്കുന്നില്ല. വേണ്ട, നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഓന് വേണം വിളിക്കട്ടെ, എന്താ നോക്കട്ടെ. ഇൻഷാല്ലാ നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരുന്നു ഗൈസ്. യാസറിനില്ല പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എനിക്ക് ഗൈസ്. അപ്പോൾ ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. റെസ്റ്റോറൻറ്റിൽ ഫുഡിൻ്റെ ഓർഡർ കൊടുക്കുന്നുണ്ട് ഗൈസ്. പാത്തോ എന്നാ വേണ്ട ഗൈസ്? യാത്രത്തെ കോല് ഞാൻ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി നോക്കാനുണ്ട്. ഹലോ ഹലോ, ആ എവിടെയുള്ള? ഞാൻ പാത്തിൻ്റെ കൂടെ ഉള്ള. ആ, ഞാൻ 2 മണിക്ക് കഴിഞ്ഞിക്ക്. നീ എവിടെ ഉള്ള? ഇനി ഞാൻ പിന്നെ അവള് വിളിച്ചു വേവാന്ന്. നീ എവിടെ ഇപ്പോ? അടുവിട്. ഞാനിപ്പോ ഹോട്ടലുണ്ട്. ഞാൻ സാൻഡ്വിച്ച് ക്ലബ്ബിലുണ്ട്. അങ്ങനെ എന്ത് പറയണ്ട സൈറ്റ്. നീ ഇപ്പൊ അങ്ങോട്ട് വാ. നീ ഇങ്ങോട്ട് വാടാ സാൻഡ്വിച്ച് ക്ലബ്ബിലേക്ക്. നീ എന്ത് മുണ്ടണ്ട വരുന്നേക്കപ്പാ. ഓന്റെ ഓളെ പേരെടുക്കണ്ട നീ. നീ വരുന്നല്ലോ ഇങ്ങോട്ട്. പാത്ത് വിളിക്കുന്നുണ്ട്. നീ എവിടെ ഉള്ള ഇപ്പോ? ആ ബേബാ, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വേറെ അടുത്ത് പോകണ്ട്. നീ ലേറ്റാവില്ല, അതിന് നീ വരേണ്ട വരുന്നുണ്ട് പാത്തു. നീ ഒഴിവാക്കിട്ടല്ലറാ നീ പാബയോ വെക്കണല്ലേ? നീ അല്ലല്ലോ ഓന് ഇന്ന് എന്താ ആക്കുമെന്ന് അറിയില്ല. ഓന് വിട്ടു വന്നു. ഇത്ര ഞാൻ കറക്റ്റ് ടൈമിൽ ഓന് വിളിച്ച് കൊണ്ട് വരുന്നത്. അപ്പം ഞാൻ ഈ പാത്തുവിൻ്റെ കൂടെ വന്ന് പറഞ്ഞ് യാസറിന് ഇപ്പോൾ എന്താ അറിയില്ല ചൊടിയെന്നാണ്. ഞാനിപ്പോൾ പാത്ത് ഓർഡർ കൊടുക്കുന്നില്ലേ? എന്തുകൊണ്ട് ഗ്രില്ല് വേണോ? ഐറ്റംസ് ഉണ്ട് പോരെ. ഓന് വേറെ തോന്നി. ഞമ്മ പോയി എന്താ ഇവിടുന്ന് പോവാ നമുക്ക്. ഓന് വന്ന് നിങ്ങളുടെ ഗുൽമലാക്കി ഗൈസ്.
ആകെ പ്രാന്തായിട്ടുള്ളത്. യാസറിനെ ഇന്ന് കൂട്ടിയിട്ട. യാസറിന് പണി കൊടുക്കാൻ നോക്കിയത്. അപ്പോൾ യാസർ ഇപ്പോൾ ഞങ്ങൾക്ക് പണി കൊടുക്കുന്ന അറിയില്ല. നമുക്ക് പോവാ, പാത്തിടുന്നു. പോവാ. വേറെ എവിടെ പോയിട്ടിരിക്കാം. ഗാർഡനിലേക്ക് പോവാ. ആ അവിടെ നീ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഗൈസ് ഇന്നത്തെ പ്ലാൻ എന്തുണ്ടായിട്ട ഓനിക്ക് ഞാൻ പണി കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക തരാ എനിക്ക് പണി കൊടുക്കട്ടെ വേറെ നോക്കട്ടെ ഒന്ന് വരുന്ന നോക്കാം നമുക്ക്. ഓക്കെ പാത്തിട്ടുണ്ട്. പാത്തിൻ്റെ മൂഡ് കാണിക്കുന്നില്ലല്ലോ. ഇപ്പോൾ പാത്ത് മൂഡ് കാണിക്കട്ടാ. കാണിക്കുന്നേ കാണിക്കുന്നേ കാണിച്ചിരുന്ന് പാത്തിൻ്റെ മൂഡ് കാണിക്കണ്ടല്ലോ. വോയിസ് മാത്രം മതി. പാത്ത് നമ്മൾ കാണിക്കുക തീർ കാണിക്കുക ഇൻഷാ അല്ലാഹ്. പാത്ത് എപ്പോൾ വരും ഇതിൽ? അപ്പോൾ ഓക്കെ വരുന്ന നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവാം. 5 മിനിറ്റ് വെയിറ്റ് ആക്കിയ അല്ല. ഇപ്പോൾ ടൈം 3 മണിയായി. ദുബൈയിലത്തെ 3 മണിയായി. ഗൈസ് ആദ്യത്തെ കോള് യാസറിൻ്റെ. നോക്കാം എന്തോരം നോക്കാം. ഹലോ ഹലോ എവിടെയുള്ള? ഞാനിത് ഉള്ളിലുണ്ട്. നീ എവിടെയുള്ള? നീ എവിടെയല്ലേ ഇപ്പോൾ? ഗൈസ് അപ്പോൾ നമ്മൾ യാസർ എത്തി. അത്ര പുറത്തുണ്ട്. വരുന്നുണ്ട് യാസർ. രണ്ട് വേണ്ടി കാണിക്കാം. യാസർ വന്ന യാസ് നമ്മളെ വിളിക്കാതെ ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ വന്നിക്കല്ലേ? ഇല്ലറാ ഇല്ലറാ നമ്മളെ വിളിക്കാതെ ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ വന്നില്ല. അങ്ങനെ ഇപ്പൊ അങ്ങനൊക്കെ ആയി. നമ്മളെ വിളിക്കാതെ ഒറ്റക്ക് ഫുഡ് കഴിക്കാൻ ഇല്ലടാ. നീ എവിടെ വന്ന? ഞാൻ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്ത് എവിടെ? അവിടെ കടന്ന ഓടാ. ഞാൻ 2 മണിക്ക് ഇപ്പൊ ടൈം എത്ര നോക്കുന്നതാ ഗൈസ്? ഇപ്പം ടൈം നോക്കും 3:02. ഞാൻ 2 മണി മുതൽ എന്നതാ സമയത്ത് 3 മണി ആവാനായി. 3 മണി ഇത്ര സമയം വെയിറ്റ് ചെയ്ത്. ഈ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല. അപ്പൊ ഞാൻ തക്കണ്ടേ? അല്ല ഞാൻ ഒന്നും ചോദിക്കട്ടെ, എനിക്ക് എത്ര വെയിറ്റ് ആക്കണ്ടേ? ഞാൻ 2:15 പറഞ്ഞല്ലേ. ഞാൻ തക്കണ്ടത് ഇപ്പൊ വന്നെങ്കിൽ എന്താ നമ്മളെ വിളിക്കാൻ എന്തിനു പോയി? അതാ എന്റെ ചോദ്യം. ഇല്ല എന്ത് ഇല്ല? അത് നോക്കാം. അത് നോക്കാം മോനെ. ഞാൻ ജസ്റ്റ് ഫുഡ് ഞാൻ കണ്ടിട്ട് വർത്താനം പറഞ്ഞിട്ട് വന്നാ. നീ അങ്ങനെ എന്താക്കണ്ട. അങ്ങനെ എന്താക്കണ്ട. ഇല്ല സൗണ്ട് ആക്കണ്ട. റെസ്റ്റോറൻറ്റ് നോക്കട്ടെ. അതെന്താ വരാത്ത? അപ്പൊ ഞാൻ ക്ലോസ് ആക്കും. എന്റെ അക്കൗണ്ട് ഞാൻ ക്ലോസ് ആക്കും. ഞാൻ ഒറ്റക്ക് എടുക്കുന്നില്ല. അല്ല ഓള് വിളിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം? നീ ചൊടിക്കുന്ന എന്തിനാ? യാസർ എന്തിരാ എന്തിരാ ഞാനുള്ളൂ. ഞാൻ ഇന്നെന്ത് ഇടാന്നില്ല വിചാരിച്ചു. ഫുഡ് കഴിച്ച് പോവാൻ നോക്കിയതാ. വേണ്ട വിട്. ഗൈസ് യാസർ നീ അവിടെ വന്ന നിക്കറാ നീ പോണ്ട. യാസറ കേക്ക് നീ കേക്ക് വരണ്ട്. അപ്പൊ ഞാൻ കഴിക്കുന്നില്ല. ഫുഡ് കഴിക്കുന്നില്ല. നീ നിക്കറല്ലോ ഒരിക്കൽ. നീ അടുത്ത് ചൊട്ടി ഇന്നെന്താ ഉറക്ക് നിക്ക്? ഇല്ലെങ്കിൽ 5 മണിയാവുന്നല്ലേ രാവിലെ? നിക്കുന്നേ അത്ര ആരാടെ വെയിറ്റ് ചെയ്ത്. അനക്ക് ഒരു 10 മിനിറ്റ് നമ്മള് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വയ്യ. നീ എന്ത് വിചാരിച്ചേ? ഈ വീട് എന്തല്ലേ? വാ ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാനില്ല. നിങ്ങൾ കഴിച്ചോളൂ ഫുഡ്. ഞാൻ ഫുഡ് കഴിക്കാനില്ല. ആസറ ഞാൻ ഇങ്ങനെ എന്താ പറയണ്ടേ? ആസറ നിക്കറാ. താമസം കളിക്കണ്ട. പോയ ആസറ നീ എടുത്ത് പോന്നെ? ഞാൻ റൂമിൽ പോട്ടെ. അവിടെ എന്റെ വേറെ ഫ്രണ്ട്സ് ഞാൻ അവിടെ പോയിരുന്നുണ്ട്. നമുക്ക് തമ്മിൽ ഒരു വീഡിയോ ഇതെടുക്കണ്ടേ? ഹലോ ഓളെ ഇരിക്കട്ടെ. ഓളെ വിട്. നമുക്ക് വീഡിയോ എടുത്ത് പോവാന്ന്. ബാ യൂട്യൂബിൽ നല്ല ഇത് പ്രാങ്ക്. ബാറ അതിനല്ലേ വിട് യാസറ.
നോക്ക് ഗൈസ്. വീഡിയോ ഓഫ് ആക്കും മതി വീഡിയോ എടുത്ത് മതി നീ പോട്ട് വീഡിയോ എടുക്കും ഞാൻ എന്നെ ഞാൻ ഇന്ന് യൂട്യൂബിലിടും ഇങ്ങനത്തെ ആള് യൂട്യൂബിലിടാനൊക്കെ ഉണ്ടെന്നു എന്ത് ഞാൻ എന്താക്കി പിന്നെ ഇപ്പൊ ടൈം വെക്കും ബ്രോ 3 മണിയായി ഇത്ര സമയം 3 മണിയായി ഇപ്പൊ അതന്നെ ഞാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ അപ്പൊ തിരിച്ചു പോയി ഞാൻ എന്നിട്ട് അന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ കൊറേ ഫോൺ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ ഫുഡ് ഇല്ലടാ ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു ഫുഡ് കഴിച്ചു ഞാൻ ഇനി ചൊടിക്കേണ്ടിരാ ഞാൻ റൂമിൽ പോവാണ് കൈ വിട്ട് വന്നേ കൈ വന്നേ കൈ വിട്ടോ ഞാൻ ബാറ യാസറ ബാറ യാസറ ഗൈസ് നാളത്തെ വീഡിയോ എന്താവുന്ന അറിയില്ല ഗൈസ് ഇവന് ഇവിടെ ഇരുന്നിട്ടുണ്ട് ബാട യാസറ ഗൈസ് ഫുഡ് കഴിച്ചിരുന്നില്ല ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്തില്ല കഴിച്ചു വരി ഞാൻ അവിടെ ഉണ്ടോ സാറല്ല ബാ പോയി ഞാൻ അവിടെ ഉണ്ടോ നിക്കെന്തിനാ ഇങ്ങനെ ചൊടിക്കുന്നെന്തിനാ ഇത് ഞാൻ എത്ര വെയിറ്റ് ചെയ്തിരുന്നാലും അവിടെ തന്നെ അതോ അതിനെന്ത് പ്രശ്നം ബ്രോ വെയിറ്റ് നമ്മള് ഡെയിലി വെയിറ്റ് ചെയ്യണല്ലോ ഒരു 10 മിനിറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ വയ്യ വീഡിയോ വീഡിയോ എടുക്കണോ എനിക്ക് ഇന്ന് ഞാൻ യൂട്യൂബിൽ ഇട്ട് ഞാൻ ഇതാക്കും ബാട യാസറ കൈ ഒടിച്ച് പോയിക്കോ ബാട യാസറ ഗൈസ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണ്ടത് പോയി ഫുഡ് കഴിച്ചു ഞാൻ അവിടെ ഉണ്ടാവും ഇല്ല ഞാൻ പോവില്ല നീ ഇല്ലെങ്കിൽ ഞാൻ പോവില്ല ഇത്ര സമയം ഒന്നിച്ച് വീഡിയോ എടുക്കുന്ന ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ പോവില്ല ഞാൻ എന്തൊക്കെയാണ് ഗൈസ് അതെന്താ ഞങ്ങൾക്ക് ഞങ്ങൾ ഡെയിലി യൂട്യൂബിൽ ഇടുന്നില്ല വീഡിയോ എന്താ അങ്ങനത്തെ വിഷയം എന്ത് പറ്റിയൊരു വീഴ്ച പിന്നെ ഒറ്റൊരു അടി വെച്ചെങ്കിലും താമസം എടുക്കില്ല ഫുഡ് കഴിച്ചില്ല ഇപ്പൊ ഞാൻ എന്തൊക്കെയുണ്ട് ഞാൻ എന്ത് പറഞ്ഞു കൊണ്ടില്ലേ ഇപ്പൊ യോനി ചോദിച്ചിട്ടുണ്ട് ആശ്രയ പേരുന്ന പോയ ആശ്രയ അവള് ആടെ ഉണ്ട് വാ ഇത്ര ദിവസം നമ്മളുണ്ടായിരുന്നു ഓളെ കിട്ടിയപ്പോ നമ്മളൊന്നും ഓള് കിട്ടിയത് എന്താന്ന് കിട്ടിയിട്ടല്ലേ ഇനി ഞാൻ ഇങ്ങാട്ടിൽ ഒറ്റക്ക് പോയില്ല ഉമ്മ എല്ലാരും നോക്കുന്നുണ്ട് ചിലപ്പോ കൈ വിടാ പോയോ മാറാ ഇല്ലടാ ഞാൻ നീ കൈ വിട്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഞാൻ കൊണ്ടുവരേ ഫുഡ് കഴിച്ചു ഞാൻ അവിടെ ഉണ്ടോ പോയോ പാത്ത് വരുന്നുണ്ട് പാത്തോടൊക്കെ ഉണ്ടോ പോയോ ഞാൻ അവിടെ ഉണ്ടാവും ഫുഡ് കഴിച്ചു ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ ഫുഡ് കഴിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തില്ല പോയി ഞാൻ അവിടെ ഉണ്ടാവും മാറാ യാത്ര പോയോ ഫ്രീയാ ഞാൻ അവിടെ ഉണ്ടാവും വീഡിയോ ഫുഡ് കഴിച്ചു യാത്ര കഴിച്ചു ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ ഫുഡ് കഴിച്ചിരിക്കുന്നു ഗൈസ് ഇന്നത്തെ എന്ത് വീഡിയോ ഉണ്ടോ സക്സസ് ആവും ഞാൻ ഉറപ്പിട്ട് ആകെ മൂടപ്പോയി ഗൈസ് വീഡിയോ എടുക്കാനൊക്കെ നമ്മള് ഇല്ല ഞാൻ എടുക്കാൻ പോകുമ്പോൾ നമ്മളെ വിളിക്കൂല എന്ത് ഭയ ഫ്രണ്ട്ഷിപ്പ് ഇല്ലല്ലോ യാത്ര എനിക്കിപ്പോ ഞാൻ എന്ത് അങ്ങനെ വിചാരിച്ചാ ബാ എനിക്കൊരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വയ്യ എനിക്ക് പോയി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഞാൻ പാത്ത് എത്തി പാത്തോ അവന് വരുന്നില്ലല്ലോ ഫുഡ് കഴിക്കാൻ അമ്മ അറിയില്ല എന്താ ഞാൻ നിങ്ങൾ പോയിച്ചോളൂ ഇങ്ങാണ്ടാളും കൂടി പോയതല്ലേ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചു പാടാ പോയി ഒന്നുമില്ല അങ്ങനെ അറിയില്ല പാടാ അതിനെ ചോദിക്കണ്ട പോയി ഇപ്പൊ നമ്മൾ ഞാൻ യൂട്യൂബിൽ ഇന്നിടും ഞാൻ ഇതിന്റെ ഫുള്ള് വീഡിയോ ഇടും ഇന്ന് അങ്ങനത്തെ ചോടി നീ നോക്ക് നിങ്ങൾ പോയോ ഞാൻ അവിടെ ഉണ്ടാവും നീ വാ ഫുഡ് കഴിച്ചു വാ അപ്പൊ ഗൈസ് യാസറിന് ഞാൻ ഒരു പണി കൊടുത്തു ഗൈസ് ഇന്നും പ്രാങ്ക് പിന്നെ നിന്നെ ഞാൻ പ്രാങ്ക് കൊടുത്ത പ്രാങ്ക് അറിയാം നീ എന്നെ പ്രാങ്ക് കൊടുത്തു നമ്മളെ വിളിക്കാതെ പോവില്ല ഫ്രീ നമുക്കറിയാം അല്ല പാത്ത് പ്രാങ്ക് കൊടുത്തൊക്കെ യാസറ കളിക്കാൻ നിക്കണ്ട കേട്ടാ ഞമ്മ അടുത്ത് നിക്ക് പ്രാങ്ക് കൊടുത്തു പ്ലാൻ ചെയ്തിരുന്നില്ല ജി എനിക്ക് പ്രാങ്ക് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ തോന്നി ഇങ്ങനെ കാണാതെ പോയപ്പോ ഞാൻ യാസറിനെ വിളിക്കാത്ത എടുത്തുള്ള പോയിട്ടാ നിങ്ങൾക്ക് ഓനിക്ക് 2 വട്ടം ഞാൻ കളിപ്പിക്കുന്നത് ഒരിക്കൽ ഷവർമൊക്കെ പ്രാങ്ക് കൊടുത്തേക്ക് ഇന്നെ പാത്രത്ത് കൂടെ വന്നിട്ട് ഒരു പ്രാങ്ക് എനിക്ക് തോന്നി അല്ലെങ്കിൽ അതിന് ചൊടിച്ചെന്തിനാ അതിന് പിന്നെ കാണണ്ട എത്ര നേരം വെയിറ്റ് ചെയ്ത് ഫോൺ വെച്ചിട്ട് എടുക്കണില്ല ഇപ്പൊ ടൈം 3:30 മണിയായി ഓന് കറക്റ്റ് ലെവലാക്കിയിട്ട് കൊണ്ടുവരാനെ പണിയുണ്ട് ഗൈസ് എന്തോ ഉമ്മ എന്നുവെച്ചാൽ ആദ്യം പറയട്ടെ പ്രാങ്ക് അത് ചെല്ല കേട്ട് പ്രാങ്ക് എന്ന് പറഞ്ഞാലോ ഇത് 3:30 മണി വരെ എനിക്ക് തോന്നിയിരിക്കണില്ലേ കാണാതെ ആയപ്പോ തന്നെ തോന്നിയിരിക്കണ എന്തോ പണിയുണ്ട് അല്ല ഞാൻ ഒന്ന് പറയട്ടെ ഇതിന്റെ അടുത്ത് ഇങ്ങനെ ഒരു മനുഷ്യർ ചൂടാവാണില്ല കേട്ടാ ഒരു സെക്കൻഡിൽ എത്ര നേരം വെയിറ്റ് കാണാനും ഇല്ല ഡെയിലി നമ്മളൊപ്പം പോണല്ലേ ഞാൻ കോലാക്കി അപ്പൊ ഓനെ എടുത്തിട്ട അപ്പൊ ഞാൻ ചെറിയൊരു പണിയിലെന്നോടെ പണിയില്ല അത് ഞങ്ങൾക്കറിയില്ലല്ലോ അത് നമുക്കറിയില്ല ഇപ്പൊ ഞങ്ങക്ക് ചോട്ടിയായിരുന്നു സത്യത് അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരു മനുഷ്യർ വെച്ച് ഓള് പേടിച്ച് അങ്ങോട്ട് ഓടിപ്പോയി പാത്ത് എന്തല്ലേ
കൊറേ വീഡിയോ ക്യാമറ ഓഫ് ആയ ശേഷം ഭയങ്കര പ്രശ്നമായിരിക്കും ഇവിടെ. ഞങ്ങൾ കാണിക്കും വീഡിയോ ഓൺ ആക്കാനേ കഴിഞ്ഞിട്ട് ആളിപ്പസറായി ഇപ്പൊ കുറെ. അപ്പോ കൂളായി കുറെ ആൾക്കാരെല്ലാം കൂടിയിട്ടല്ല ആൾക്കാർ നോക്കുക, ആൾക്കാർക്ക് ഈ വീഡിയോ ഓഫ് ആക്കി എടുക്കാൻ പാടില്ല എന്നൊക്കെ അതിലുണ്ടാവല്ല ഓഫൊക്കെ വരുന്ന ആംബുലൻസ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യാസറിന്റെ പ്രാങ്ക് ക്ലാസ്. നല്ല പണി കൊടുത്തു ഞാൻ. എന്ത് ഗുൽമാലി പ്രാങ്കാന്ന് ഞാനിപ്പോ എല്ലാ ആഴ്ച ഞാൻ പറഞ്ഞു പ്രാങ്ക് കൊടുത്തു യാസർ. അങ്ങനെ പോലെന്ന് നമ്മളെ വിളിക്കാൻ പോലെ നമുക്കറിയാം. ഗൈസ് ഇന്നത്തെ വീട്ടിങ് എന്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ ഗൈസ്, സൂപ്പർ വീഡിയോ. അപ്പോൾ യാസറാ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ എൻഡ് ചെയ്യല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യാസർ പ്രാങ്ക്. Too much prank. ഇനി പറ്റില്ല പ്രിയ. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് വെച്ചോ. നമ്മളെ ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സ്റ്റാർട്ട് ഉണ്ടാവും അല്ലേ? 5K ഒക്കെ പെട്ടെന്ന് നമുക്ക് ഗീവ് അവേ അനൗൺസ്മെന്റ് ആണ് അല്ലടാ? 5K ആയി കഴിഞ്ഞാൽ അപ്പോൾ ഫോൺ സ്പോട്ടിൽ ഗീവ് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കണക്കിന് സപ്പോർട്ട്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.